തുടർന്ന് ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 18 മുതലുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കറിയാം ഞാൻ തുടങ്ങിയ ആ വിഷയം അവസാനിപ്പിച്ചില്ല. എന്നാൽ ആ വിഷയത്തിലേക്ക് ഇന്ന് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് പിന്നീട് വിശദമാകുന്ന വിശദീകരണം നൽകാം. എങ്കിലും ഒരു വാക്കങ്ങ് പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് ദൈവമക്കളുടെ ചില ഉറപ്പിനെക്കുറിച്ച് വി നോ, നാം അറിയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ചിന്തിച്ചു. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിലൊന്ന്, അവിടുത്തെ ഹിതപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവിടെ നമ്മളുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു ഉറപ്പിനെക്കുറിച്ച്, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു. അത് അവിടുത്തെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ആ പ്രാർത്ഥന മരണത്തിനല്ലാത്ത പാപം, ഇപ്പോൾ സഹോദരൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി, സഹോദരൻ്റെ ആ ജീവിതത്തെ മനസ്സിലാക്കിയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കർത്താവ് കേൾക്കുന്നു, കർത്താവിന് ജീവനെ നൽകും എന്ന് യോഹന്നാൻ പറയുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ there is a prayer which he may not listen. ഒരു പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ മറ്റൊന്ന് ഒരു പക്ഷേ ദൈവം കേൾക്കുകയില്ല എന്ന് അർത്ഥം വരുന്ന ഒരു വേദഭാഗമാണ് 16ഉം 17ഉം വാക്യങ്ങളിൽ. അതിങ്ങനെയാണ്: മരണകരമാകുന്ന പാപം. യോഹന്നാൻ അവസാനം പറയുന്നു, എല്ലാ പാപവും, ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യത്യാസം അവിടെ യോഹന്നാൻ വെക്കുകയാണ്. മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും. എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാ പാപവും ആത്യന്തികമായിട്ട് മരണത്തിലേക്ക് നയിക്കും. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ഒരു പാപി അവൻ്റെ പാപത്തിൽ തുടർന്നാൽ, അവന് മാനസാന്തരത്തിന് അവസരങ്ങളെ അവൻ വിനിയോഗിക്കാതിരുന്നാൽ ആത്യന്തികമായിട്ട് അവൻ മരണത്തിലേക്ക് പോകും. ഇവിടെ മരണം എന്ന് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണമല്ല, ദൈവത്തോട് വേർപെട്ടു പോകുന്ന നിത്യമാകുന്ന മരണത്തെക്കുറിച്ചാണ്. കാരണം ജീവനെന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ ജീവനെയല്ല, കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മരണമെന്നുള്ളത് അവിടെ കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ്. അപ്പം അങ്ങനെയെങ്കിൽ മരണകരമാകുന്ന പാപമുണ്ട്. അതിനെക്കുറിച്ച് പല വിശദീകരണങ്ങൾ ഉണ്ട്. എങ്കിലും ആ പശ്ചാത്തലത്തിൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ അധികം വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഈ വിഷയം തുടർന്നുള്ള വേദഭാഗം ചിന്തിക്കേണ്ടതുകൊണ്ട്. എന്നാൽ പിന്നീട് അതിൻ്റെ വിശദീകരണം നൽകാം. യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ 2-ാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിൽ 4-ാം അധ്യായത്തിലും യേശു കർത്താവിനെക്കുറിച്ചുള്ള ഉപദേശത്തിൽ വളരെ ഗുരുതരമാകുന്ന വീഴ്ച വരുത്തുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ചിലരെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. 2-ാം അധ്യായം നമ്മൾ കണ്ടു. യേശു കർത്താവിനെക്കുറിച്ചുള്ള ഉപദേശത്തിൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നില്ല. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു. 5-ാം അധ്യായത്തിൽ കാണുന്നു, ജലത്താലും രക്തത്താലും വന്നവൻ എന്ന് കർത്താവിനെക്കുറിച്ച് എടുത്തു പറയാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നിശ്ചയമായിട്ടും ആ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ യോഹന്നാൻ പറയുന്നു, അവർ നമുക്കുള്ളവർ അല്ലായിരുന്നു, നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഇടയിൽ പാർക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സഭയിൽ വന്നു, ദൈവമക്കളെന്നുള്ള പേർ കൊണ്ടു, പക്ഷേ അവരെന്ത് ചെയ്തു? വിട്ടുപോയി, പിന്മാറിപ്പോയി, അല്ലെങ്കിൽ മാറിപ്പോയി. ഏത് കാര്യത്തിലാണ് അവർ മാറിപ്പോയത്? യോഹന്നാൻ പറയുന്നു, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള
ഉപദേശത്തിൽ ഗുരുതരമാകുന്ന മരണകരമാകുന്ന വീഴ്ച അവർ വരുത്തി. ആ പാപം യോഹന്നാൻ്റെ ചിന്തയിൽ മരണകരമാകുന്ന പാപമാണ്. കാരണം എന്താ? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അവിടെ പിഴവ് പറ്റിയാൽ അവൻ മരണത്തിലേക്ക് പോകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴങ്ങനെയെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ മരണകരമാകുന്ന പാപം, അതിൻ്റെ വ്യത്യസ്തമാകുന്ന വിവിധ നിലയിലുള്ള വേരിയേഷൻസ് ഇന്നും പലയിടങ്ങളിലും കാണുന്നുണ്ട്. വേരിയേഷൻസ് അതെല്ലാം തന്നെ മരണകരമാകുന്ന പാപമാണ്. കാരണം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വേദപുസ്തകം നൽകുന്ന വ്യക്തമാകുന്ന ഉപദേശമല്ലാതെ, ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു രക്ഷയില്ല. അവിടെ തെറ്റിയാൽ സകലവും തെറ്റി. അവിടെ തെറ്റിയാൽ സകലവും തെറ്റി. അത് മരണത്തിലേക്ക് നയിക്കുന്നു. ഒരു പക്ഷേ യോഹന്നാൻ അതിനെക്കുറിച്ചാകാം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. അത്രയും പറഞ്ഞ് അധികം വിശദീകരണം നൽകാതെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുവാൻ, അതിനെക്കുറിച്ചുള്ള വിശദീകരണം തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുന്നതാണ്. എനിക്കെല്ലാം അറിയാമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരുമിച്ച് ആ കാര്യം പഠിക്കാം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അനേക വർഷങ്ങളുടെ വേദ പഠനം മുഖാന്തരം എനിക്ക് ഏറ്റവും നന്നായി ബോധ്യമായ ഒരു കാര്യമുണ്ട്. ബോധ്യമായ ഒരു കാര്യം, എനിക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. ദ മോർ ഐ സ്റ്റഡി, ദ മോർ ഐ ആം അവെയർ ഓഫ് മൈ ഇഗ്നോറൻസ്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയുകയല്ല, എൻ്റെ ഇഗ്നോറൻസ്, ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് മാത്രം കൂടിക്കൊണ്ടിരിക്കുക. ദൈവവചനം വാസ്തവമായിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ വേദഭാഗം ഒരുമിച്ച് ചിന്തിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ളതാകുന്ന വേദഭാഗം ഞാൻ തന്നെ വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവിൻ. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൻ്റെ ആ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ അതുവരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 3 ടെസ്റ്റുകൾ, അത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ആ ലേഖനം താൻ ഉപസംഹരിക്കുകയാണ്. ഈ വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള, വളരെ ഉറപ്പായിട്ടുള്ള, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതാകുന്ന 3 പ്രധാനപ്പെട്ട വസ്തുതകൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. ആ 3 വസ്തുതകൾ, ആ സർട്ടൻറ്റീസ്, അത് ആ 3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ തന്നിങ്ങനെ പറയുന്നു: ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. വി നോ വളരെ സർട്ടനായിട്ടാണ്
വളരെ ഉറപ്പോടാണ് താൻ അത് പറയുന്നത്. 2, 19 വാക്യത്തിൽ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. 1, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. 2, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. 3-ാമതായിട്ട് ഒരു കാര്യം കൂടെ വളരെ ആധികാരികമായിട്ട്, അല്ലെ ഒരു തർക്കവുമില്ലാതെ യോഹന്നാൻ പറയുന്നൊരു കാര്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഈ 3 തിരിച്ചറിവുകളെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് താൻ പറയുന്നത്. ഈ 3 കാര്യങ്ങളും ഈ ലേഖനത്തിലുടനീളം താൻ വിവിധമാകുന്ന നിലകളിൽ പ്രതിപാദിച്ചു. നാം കാണുകയുണ്ടായി യോഹന്നാൻ്റെ ലേഖനമെന്നുള്ളത് നമുക്ക് നിത്യജീവൻ ഉണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിച്ചറിയുവാനുള്ള അളവുകോലാണ്. അപ്പം അങ്ങനെയെങ്കിൽ യോഹന്നാൻ്റെ ലേഖനം വായിക്കുന്ന, അത് ധ്യാനിക്കുന്ന, അത് ജീവിതത്തിൽ അളവുകോലായിട്ട് അളന്നു നോക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ വെച്ചറിയാം അവൻ ദൈവപൈതലാണോ എന്നും അവൻ നിത്യജീവനിലേക്കാണോ പോകുന്നതെന്നും. വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഹിസ് ലൈഫ് ഉറപ്പായും നിർണയിക്കാൻ കഴിയും എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ആ നിർണയം നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ധന്യരാണ്. അതിനെക്കുറിച്ച് സംശയം നമുക്കുണ്ടെങ്കിൽ ആ ഉറപ്പ് നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ കാര്യം അല്പം വിശദമായിട്ടൊന്ന് ചിന്തിക്കാം. 1-ാമതായിട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രമൊക്കെ ഹല്ലേലൂയൊക്കെ സന്തോഷം വരുമ്പോൾ പറയണം, ചുമ്മാ പറയല്ല. സന്തോഷം വരിക എന്നേ പറയുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം ആ കാര്യം മനസ്സിലാകുന്നല്ലോ എന്നൊരു സന്തോഷം. എന്നാൽ അതുപോലെ തന്നെ ഐ ലവ് ഹിയറിങ് the noise of the pages of the Bible being turned. എനിക്കിഷ്ടമുള്ള വേറൊരു കാര്യം, വേദപുസ്തകം ഒക്കെ ഒന്ന് മറിക്കുന്നതിൻ്റെ ആ ശബ്ദമൊക്കെ കേൾക്കുന്നത് ഒരു താല്പര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. 1-ാമത്തെ വിഷയം നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്, 1-ാമതായി ആധികാരികമായിട്ട്, എന്നെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ തിരിക്കുകയൊന്നും വേണ്ട, ഉപദേശിയെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞ് റെഫറൻസൊക്കെ പറയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ഒരു ദൈവ പൈതലിനെ വിശേഷിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു പദമാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ. അപ്പോഴൊരു ദൈവ മകൻ അല്ലെ ദൈവ പൈതൽ എന്നാൽ എന്താണ് അർത്ഥം? ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് ജനിച്ചവനാ, അല്ലെ ദൈവമാണ് അവൻ്റെ പിതാവ്. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവൻ. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നത് കൊണ്ട്
ആ കാരണത്താൽ അവൻ എന്ത് ചെയ്യാൻ കഴിയുകയില്ല. പാപം ചെയ്യുവാൻ, അല്ലെങ്കിൽ അവൻ പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. 3-ാം അധ്യായത്തിൽ പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന അർത്ഥത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ പാപം ചെയ്യുന്നില്ല. ബിക്കോസ് ഹി ഈസ് ദ ബിഗോട്ടൺ ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമകൻ, ദൈവമകൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ യോഹന്നാൻ ഉപയോഗിക്കുന്ന ആ പദം എന്നെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു റിലീജിയസ് എക്സ്പീരിയൻസിനെ കുറിച്ചല്ല യോഹന്നാൻ പറയുന്നത്. നേരെ മറിച്ച് ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ എന്നുള്ള വിശേഷണമാണ് അവിടെ നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമകൻ, മകളെന്നുള്ളത് ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ആൻഡ് ഓൺ ഗോയിങ് റിയാലിറ്റി. ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ആൻഡ് ഓൺ ഗോയിങ് റിയാലിറ്റി. അതൊരു അൺഷെയ്ക്കബിൾ ഫാക്റ്റാണ്. ഇളക്കം തട്ടാത്ത ഉറപ്പുള്ള ഒരു വസ്തുതയാണ് ഒരുവൻ ദൈവത്തിങ്കൽ നിന്നും ജനിച്ചിരിക്കുന്നുവെങ്കിൽ. എല്ലാവരും കണ്ണു തുറന്ന് എന്നെ കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവരും കണ്ണും തുറന്നേ, ധ്യാനിക്കണ്ട. ഇപ്പം കണ്ണ് തുറന്ന് പിടിക്കും. ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ. അപ്പോൾ വീണ്ടും ജനനമെന്നുള്ളത് ഒരു വ്യക്തമായ അനുഭവമാണ്. അതെന്നെങ്കിലും, ഞാൻ വീണ്ടും പറയട്ടെ, ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതല്ല വീണ്ടും ജനനം. വീണ്ടും ജനനമെന്നുള്ളത് ഒരു പ്രസന്റ് റിയാലിറ്റിയാണ്. ഐ വാസ് ബോൺ ഓഫ് ഗോഡ് വൺസ്. ഒരിക്കൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. എന്നാൽ ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയേണ്ടത് ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവനാണ്. ഒരു പ്രസന്റ് റിയാലിറ്റിയാണ്, ഒരു ഫാക്റ്റാണത്. നാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്നുള്ളത് വീണ്ടും ജനിച്ച ഒരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സംശയമില്ലാതെ അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. കാരണം മുകളിൽ നമ്മൾ കണ്ടു, ആ സാക്ഷ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. അപ്പോൾ വീണ്ടും ജനിച്ചതിൻ്റെ തെളിവെന്താ? ഇന്റേണൽ എവിഡൻസ് ആയിട്ട്, അകമേയുള്ള തെളിവായിട്ട് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് നിരന്തരമായി പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്: നാം ദൈവമക്കൾ ആകുന്നു. ആ സാക്ഷ്യം ഉള്ളിൽ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്നാനപ്പെട്ട് കാണും, പക്ഷേ വീണ്ടും ജനിച്ചിട്ടില്ല. സ്നാനപ്പെട്ടിട്ടില്ല, വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ഉള്ളിൽ ഈ സാക്ഷ്യം ഇല്ലെങ്കിൽ നാം നിത്യതയിൽ പ്രവേശിക്കുകയില്ല.
ഇത് വ്യക്തമാകുന്ന ഉപദേശം. ഇതിനെക്കുറിച്ചൊരു അംബിഗ്യുവിറ്റി അല്ലെങ്കിൽ ഒരു സംശയമൊന്നും വേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ടോ ഇല്ലയോ എന്നുറപ്പ് വരുത്തണം, ഉറപ്പാക്കണം. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ടെന്ന്, ഉണ്ടാകും എന്നല്ല പറഞ്ഞേക്കുന്നത്, ഉണ്ട്. ആ സാക്ഷ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ അവന് ചില പ്രിവിലേജസുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. ചില വിശേഷമാകുന്ന ഭാഗ്യങ്ങൾ അവന് കൈവന്നിട്ടുണ്ട്. അതെന്താണെന്ന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവന് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്, അവന് ചില കർത്തവ്യങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്? അത് യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാ: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അപ്പോൾ ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് അവനതറിയാൻ കഴിയുന്നത്? യോഹന്നാൻ പറയുക, അങ്ങനെ ജനിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനിച്ച ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ഉണ്ടാകുകയില്ല എന്നല്ല യോഹന്നാൻ പറയുന്നത്. നേരെ മറിച്ച് അവന് പാപത്തിൽ തുടരുവാൻ സാധിക്കയില്ല എന്നുള്ള കാര്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: വി നോ that everyone who has been born of God does not keep on sinning. Everyone who has been born of God does not keep on sinning. അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ഒരുവൻ ജനിച്ചിരിക്കുന്നു എങ്കിൽ അവന് പാപത്തിൽ തുടരാൻ സാധിക്കയില്ല. അങ്ങനെ തുടരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ആരിൽ ജനിച്ചവനല്ല, ദൈവത്തിൽ ജനിച്ചവനല്ല. കാരണം ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു എങ്കിൽ അവന് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല. He may occasionally slip into sin. അവൻ പാപത്തിൽ ചിലപ്പോഴവൻ വീണു പോകാം, അത് സംഭവിക്കാം. But the whole direction of his life is not sinning, but being cleansed from sin. അവൻ്റെ ജീവിതത്തിൻ്റെ മുഴു ലക്ഷ്യമെന്നുള്ളത് പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിൽ നിന്നും ശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവനിലേക്കായിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ. ചില ഉദാഹരണങ്ങളൊക്കെ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കേട്ടിട്ടുള്ളതാ, ആവർത്തന വിരസത ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പറയുക. ഒരു കർത്താവിൻ്റെ ഭൃത്യൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2 മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പന്നി. പന്നിയുടെ ലക്ഷണം, അതിനെ നല്ല സ്ഥലത്ത് ഇരുത്തിയാൽ അതെന്തിരിക്കില്ല, ഇരിക്കത്തില്ല. അതിനെ എത്ര മനോഹരമാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന പന്നി പോലല്ല റിയൽ പന്നികൾ. അതിനെ എത്ര നല്ല സ്ഥലത്തിരുത്തിയാലും അതെന്ത് ചെയ്യില്ല, ഇരിക്കില്ല. അതിനെപ്പോഴും എന്താ താല്പര്യം? അഴുക്കാ താല്പര്യം. എന്നാൽ
ഈ ആട്ടിൻകുട്ടിയെ പരിപാലിക്കുന്നവർക്കറിയാം, അതിൻ്റെ ദേഹത്തൊരഴുക്ക് പുരണ്ടാൽ അതിന് പിന്നെ സമാധാനമില്ല. അത് പോകുന്നത് വരെ എന്തോ കരച്ചിലായിരിക്കും. എവിടെയൊക്കെ മുട്ടി ഉരുമി എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് കളയാനായിട്ട് അത് പരിശ്രമിക്കും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, 2 ജനനമാണ്. അതിൻ്റെ നേച്ചർ അതാ. അപ്പൊ ദൈവത്തിൽ നിന്നും ജനിച്ചെങ്കിൽ ആ നേച്ചർ എന്താ? ആ നേച്ചറിന് പാപത്തിൽ തുടരാൻ കഴിയാത്ത നേച്ചറാണ്, സ്വഭാവമാണ്. കാരണം നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവന്നേക്കുക. കാരണം ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അപ്പൊ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്ന ഒരുവൻ പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം വിശദീകരണം അവിടെ നൽകുന്നില്ല. രണ്ടാമതായിട്ട് അവിടെ ഈ ഒരു ഉറപ്പിനുള്ളതാകുന്ന കാരണം യോഹന്നാൻ താഴോട്ട് പറയുക. എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു എന്ന് ഉറപ്പായി യോഹന്നാൻ പറയുന്നത്? അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും ജനിച്ചവൻ. ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം എഴുതിയേക്കുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ. രണ്ടാമത് പറയുകയാണ് ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഇവിടെ മലയാളം വേദപുസ്തകത്തിൽ ഉള്ളതാകുന്ന ആ പരിഭാഷ പല ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്നാൽ എൻ്റെ പഠനത്തിലും എൻ്റെ റിസർച്ചിലും എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. പ്രത്യേകിച്ച് ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ, എൻ്റെ കൈവശമുള്ള ന്യൂ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ കാണുന്നു: But he who was born of God protects him, and the evil one does not touch him. ന്യൂ ഇൻ്റർനാഷണൽ വെർഷനിലും ഇതേ ആശയം തന്നെയാണ് നൽകുന്നത്. മലയാളം വേദപുസ്തകത്തിൽ ഞാൻ വിശദീകരിക്കാം. മലയാളം വേദപുസ്തകത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എന്നാൽ മറ്റു ചില ട്രാൻസ്ലേഷനിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നല്ല, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ അവനെ സൂക്ഷിക്കുന്നു. Why a child of God cannot keep on sinning? The reason why he cannot keep on sinning is not his own strength or merit. Rather, he who is born of God, that is Christ, keeps it. അതായത് ഒരു ദൈവ പൈതൽ, ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ദൈവജാതൻ, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരെന്നറിയാമോ? ക്രിസ്തു. അവനെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. മലയാളം വേദപുസ്തകത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുവെങ്കിൽ, അനേക പരിഭാഷകളിൽ നമ്മൾ കാണുന്നു ദൈവത്തിൽ നിന്നും ജനിച്ചവൻ അവനെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 2 പദങ്ങൾ നമ്മളെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ
പദം തന്നെയാണ് രണ്ട് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിനെ കുറിച്ചും പറഞ്ഞേക്കുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ, ഏകജാതനായവൻ, ക്രിസ്തു. അനേക ഭാഷാന്തരങ്ങളിൽ ഈ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ കൈവശമുള്ള ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് ഉപകാരമായിരിക്കും. പെട്ടെന്ന് ക്യുക്ക്. We know that anyone born of God does not continue to sin. The one who is born of God keeps him safe. Keeps him എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. എന്തുകൊണ്ടാണ് why we can live a victorious life, എന്തുകൊണ്ട് ജയകരമായി ജീവിക്കാൻ കഴിയും? അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. He who is born of God, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവനെ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവനെ ദൈവജാതൻ സൂക്ഷിക്കുന്നത് കൊണ്ട് അവൻ പാപം ചെയ്യുവാൻ കഴിയുന്നില്ല. എത്ര സന്തോഷകരമാകുന്ന കാര്യമാണ്. എനിക്ക് എൻ്റെ പാപങ്ങളുടെ മേൽ ജയമെടുക്കാൻ എനിക്ക് കഴിയത്തില്ലെന്നുള്ളത് എൻ്റെ ജീവിതം എനിക്ക് തെളിയിച്ചു തരുന്നുണ്ട്. എന്നാൽ എന്നെ ജയകരമായി നടത്താൻ, എന്നെ സൂക്ഷിപ്പാൻ ദൈവജാതൻ എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് എനിക്ക് ജയകരമായി ജീവിക്കാം. നിശ്ചയമായിട്ടും നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അനേക വേദഭാഗങ്ങൾ പല നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയം നമുക്ക് പരിമിതമായതുകൊണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ട് നാം പാപം ചെയ്യുന്നില്ല? ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടേതാകുന്ന റെസൊല്യൂഷൻ കൊണ്ടുമല്ല, നമ്മുടെ തീരുമാന ശക്തി കൊണ്ടുമല്ല, ദൈവം നമ്മെ നിലനിർത്തുന്നത് കൊണ്ട് മാത്രം ജയകരമായി ജീവിപ്പാൻ നമുക്ക് കഴിയുന്നു. അല്ലാതെ പാപങ്ങളോട്, പാപത്തിൻ്റെ ആ പ്രലോഭനങ്ങളോട് നോയെന്ന് പറയാനുള്ള കഴിവൊന്നും നമ്മിലില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെങ്കിൽ അവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ളതാകുന്ന ആ ജയം നമുക്ക് ലഭിക്കുന്നത് ദൈവപുത്രൻ നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവപുത്രൻ നമ്മളെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത? അത് നമ്മൾ അവിടെ വായിക്കുന്നു. ദൈവപുത്രൻ നമ്മളെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ അവിടെ വായിക്കുന്നത് അടുത്ത സെൻറ്റൻസിലാണ്. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് പിശാച. ആ പിശാചിൻ്റെ കെണിയിൽ നമ്മൾ അകപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കൂടിയേ തീരൂ. നമ്മൾ രാവിലെ പാടിയ പാട്ടിൻ്റെ വരികളിൽ ഒന്നിങ്ങനെയാണ്: ദുഷ്ടൻ്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതെ ഇന്നോളവും കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിന് തക്കതായി സ്തുതിച്ചിടാം. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എതിരാളിയാകുന്ന പിശാചിന് ദൈവം ആ നിലയിലുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എങ്കിൽ നാം ആരും ഈ ലോകത്ത് ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ മഹാകരുണയിൽ ദുഷ്ടനാകുന്ന നമ്മുടെ എതിരാളിയുടെ കെണിയിൽ നാം അകപ്പെട്ടു പോകാതെ നമ്മെ പരിപാലിക്കുന്നത് കൊണ്ടാണ് നാം നിലനിൽക്കുന്നതെന്ന കാര്യം മറന്നു പോകരുത്. Why
the Son of God needs to protect us because God knows our enemy is very subtle. അവൻ വളരെ തന്ത്രശാലിയ, അവൻ ദുഷ്ടന. കഴിയുമെങ്കിൽ വൃതന്മാരെയും അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? തെറ്റിച്ചു കളയും. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അവൻ എന്ത് ചെയ്യുക? ചുറ്റി നടക്കുകയാ. പക്ഷെങ്കിൽ ഒരു ദൈവ പൈതൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അതിൻ്റെ കാരണം ദുഷ്ടൻ അവനെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ ഏകജാതൻ നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാതെ, അതിനടിമപ്പെട്ടു പോകാതെ നമ്മളായിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ തിരിച്ചറിവ് യോഹന്നാൻ പറയുകയാണ്, നാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ദുഷ്ടൻ തൊടാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു. അതിൻ്റെ കാരണം പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 105 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധൈര്യം എന്താ? നമ്മുടെ പ്രൊട്ടക്ഷൻ എന്താ? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഉറപ്പായിരിക്കണം. ദുഷ്ടന് നമ്മെ തൊടാൻ കഴിയില്ല. ദുഷ്ടൻ അതിലേ വരുന്നു ഇതിലേ വരുന്നു എന്നൊക്കെ പറയുന്നത് അത് അർഹിക്കുന്ന സ്ഥാനം കൊടുത്ത് അതങ്ങ് മാറ്റിക്കളയണം. അതൊക്കെ ചുമ്മാതാ. അതൊക്കെ വെറും ഭയപ്പെടുത്തുവാനുള്ള ചില അടവുകൾ മാത്രമാണ്. ചിലർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ്. അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതിലേ വരുന്നുണ്ട്. പച്ചയായിട്ട് ഞാൻ പറയട്ടെ, ചിലർക്ക് പൈസ സമ്പാദിക്കാനുള്ളൊരു മാർഗമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. വേദപുസ്തകം പറയുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ദുഷ്ടന് തൊടാൻ കഴിയില്ല. കാരണം എന്താ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഒരുവൻ പ്രത്യക്ഷനായി നമുക്ക് വേണ്ടി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നേച്ച് ദുഷ്ടന് പന്താടാൻ വേണ്ടിയിട്ട് ദൈവമക്കളെ ആക്കിയിരിക്കുന്നതെന്ന് പറയുന്ന തെറ്റായ ആലോചനകളെ ദൈവജനം ചെവിക്കൊള്ളരുത്. പിശാചിൻ്റെ തന്ത്രങ്ങളില്ലെന്നോ പിശാചിൻ്റെ പ്രവൃത്തികളില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം. പക്ഷെങ്കിൽ ദുഷ്ടൻ അവനെ തൊടുന്നില്ല. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് കൽപ്പിച്ചാൽ ആ കൽപ്പനയെ ലംഘിപ്പാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ദുഷ്ടൻ അവനെ തൊടുന്നില്ല. എന്താ നമ്മുടെ ഉറപ്പ്? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവമക്കളുടെ ഉറപ്പെന്താ? ആ ഉറപ്പായ കാര്യം എന്താ? ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഇത് മാറ്റമില്ലാത്തതാകുന്ന ഒരു സത്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എത്ര ഉറപ്പാ! യോഹന്നാൻ 10:28. എത്ര ഉറപ്പായ കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്ന് ഉള്ളവർ എന്ന് നാം അറിയുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ, രണ്ടാമതായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ രണ്ട് കാറ്റഗറിയെ ലോകത്തിലുള്ളൂ. ഒന്നുകിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ, അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എവിടെ? ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അവൻ്റെ ഗ്രാസ്പിൽ
മുമ്പിൽ ലോകമായിരിക്കുകയാണ്. ലോകത്തെക്കുറിച്ച് പറയുന്നത്, ദുഷ്ടനെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച് പറയുന്നത് ലോകത്തോടുള്ള ബന്ധത്തിൽ ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചത് കാണും. എഫേസ്യ ലേഖനം 6:2 നമ്മളിങ്ങനെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 2:2 നമ്മളിങ്ങനെ വായിക്കുന്നു, അനുസരണക്കേടിൻ്റെ, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നമ്മൾ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ അധീനതയിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. യോഹന്നാൻ പറയുകയാണ്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു. എത്ര വലിയ ഭാഗ്യമാണ്! ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പം നമ്മൾ ദൈവത്തിനുള്ളവരെന്ന് നമ്മൾ അറിയുക എന്നുള്ള എത്ര വലിയ ഭാഗ്യമാണ്. ഞാൻ പറയുക, ആ വലിയ ഭാഗ്യമാണ് ഒരു ദൈവപൈതലിൻ്റേത്. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പം ഞാനും നിങ്ങളുമൊക്കെ യോഗ്യതയും വലിയ അവകാശപ്പെടാനുള്ള യാതൊന്നുമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദുഷ്ടൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് കരുണ തോന്നി. നമ്മൾ ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു. നമ്മൾ ദൈവത്തിന് ഉള്ളവരാ. അത് ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ തിയോളജി അനുസരിച്ച് എല്ലാവരുടെയും ചിന്ത ദൈവം നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വിശദമാക്കാം. ദൈവം നമുക്ക് വേണ്ടി, ഓഫ് കോഴ്സ് ദൈവം നമുക്ക് വേണ്ടിയാ. എന്നാൽ അതിൻ്റെ അർത്ഥം ഒന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. പലരുടെയും ചിന്ത നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഫേവർ ദൈവത്തിന് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പം ഈ സുവിശേഷം പറയുന്നതുമൊക്കെ അങ്ങനെ തന്നെയൊക്കെയാണ്. ആർക്കെങ്കിലും കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അത് കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നതൊന്നും രക്ഷിക്കപ്പെടാത്തവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടില്ല. സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അത് തികച്ചും വ്യത്യസ്തമാകുന്ന ഒരർത്ഥമാണ്. കർത്താവ് ആരെയും പ്ലീഡ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എല്ലാവരും വിട്ടുപോയപ്പം ഇത് കഠിന വാക്കാണ്. ഇതെന്നായി പറയുന്നേ? ഇവൻ്റെ രക്തം തരികയും ഇവൻ്റെ മാംസം തരികയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം അനേകരവനെ വിട്ടുപോയി. അനേകർ വിട്ടുപോയപ്പം കർത്താവ് 12 പേരോട് യോജിച്ചില്ല. കണ്ടില്ലേ, അവന്മാർ ഇതെല്ലാം ചെയ്ത് അപ്പവും തിന്നു, അത്ഭുതവും കണ്ടേച്ച് അവർ വിട്ടുപോയി. നിങ്ങളെങ്കിലും വിട്ടുപോകരുത് എന്നല്ല കർത്താവ് പറഞ്ഞത്. കേട്ടെ, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്നാ ചോദിച്ചത്. കർത്താവ് ആരോടും പ്ലീഡ് ചെയ്തില്ല, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പത്രോസ് പറഞ്ഞ മറുപടി, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? പോകാൻ ഒത്തിരി ഇടമുണ്ട്. അപ്പം കിട്ടുന്നിടമുണ്ട്, സൗഖ്യം കിട്ടുന്നിടമുണ്ട്. സൗഖ്യം കിട്ടുന്നെന്ന് പറയുന്ന ഇടം, പക്ഷെങ്കിൽ നിത്യജീവൻ്റെ മൊഴികൾ ആരുടെ പക്കലേ ഉള്ളൂ? കർത്താവിൻ്റെ പക്കലേ ഉള്ളൂ. അതുകൊണ്ട് നിത്യജീവൻ്റെ മൊഴികൾ
കർത്താവിൻ്റെ പക്കലേ ഉള്ളെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിപ്പാൻ പൂർണ്ണ മനസ്സുള്ളവരെ മാത്രം ദൈവത്തിന് മതി. അല്ലാതെ കർത്താവിനെ ഉപയോഗിച്ച് കർത്താവ് എനിക്ക് വേണ്ടി ഇരിക്കുന്നു എന്ന ചിന്തയിൽ ഞാൻ പറയുന്നത് ചെയ്തു തരുന്ന ഒരലാവുദ്ദീനെ പോലെ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ദൈവത്തെ കാണുന്ന ക്രിസ്ത്യാനിറ്റി അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ അനുഭവം നാം ദൈവത്തിന് ഉള്ളവർ എന്ന് നാം അറിയുന്നു. ഞാൻ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് എന്നിൽ എന്തു ചെയ്യാനും പൂർണ്ണ അധികാരം ഞാൻ തീരെഴുതി നൽകിയിരിക്കുകയാണ്. എനിക്കിനിയും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. മനസ്സിലാകുന്നുണ്ടോ? I have no right to question God. As a human being, I may question. I have a lot of questions. എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ കാണാം മനുഷ്യനെന്ന നിലയിൽ. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടറിയാം, ഞാൻ ദൈവത്തിൻ്റെതാ. ദൈവത്തിന് എന്ത് ചെയ്യാൻ താല്പര്യമുണ്ടോ അതെന്നിൽ ചെയ്യാനുള്ള പൂർണ്ണ അധികാരം എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് കൊടുത്തേക്കുക. അവരാ ദൈവമക്കൾ. ഈ തിരിച്ചറിവുള്ളവരാ ദൈവമക്കൾ. ആരെ? നാം ദൈവത്തിനുള്ളവരെന്ന് നാം അറിയുന്നു എന്ന തിരിച്ചറിവുണ്ടോ? നാം അറിയുന്നു നാം ദൈവത്തിനുള്ളവർ. അങ്ങനെയുള്ളതാകുന്ന തിരിച്ചറിവുള്ളവരെ കുറിച്ച് പറയുകയാണ്. അവർ ദൈവത്തിനുള്ളവരാ. എന്നാൽ സകല ലോകവും എന്താ? ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ഈ രണ്ട് കാറ്റഗറിയിൽ ഒന്നേ ഉള്ളൂ. ഏകദേശമൊക്കെ യോഗത്തിനൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഏകദേശം ഇവിടെയും അവിടെ അല്ല. ഒന്നുകിൽ ദൈവ പൈതൽ, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ അധീനത. രണ്ടിൽ ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. either you are a child of God or you are a child of the devil. ഇങ്ങോട്ട് നോക്കേ. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അയ്യോ, ഒന്നുകിൽ നമ്മൾ ദുഷ്ടൻ്റെ മക്കളാ, അല്ല ദൈവത്തിൻ്റെ മക്കളാ. ഉറപ്പാക്കണേ. എനിക്കറിയാം നമ്മൾ വെളിയിറങ്ങുമ്പോൾ നമ്മൾ വളരെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇത് ജീവൻ്റെ മരണത്തിൻ്റെ വിഷയമാണ്. എനിക്കിവിടെ വെള്ളം ചേർക്കാൻ പറ്റുകയില്ല. കാരണം ഐ ഹാവ് ടു ഗിവ് അക്കൗണ്ട്. മാത്രമല്ല എനിക്ക് ഭയങ്കര സ്നേഹം നിങ്ങളോടുള്ളതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ദൈവമക്കളാണ്, അല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ മക്കളാണ്. രണ്ടിലൊന്നേ ഉള്ളൂ. ഉറപ്പാക്കണം. വിശ്വസിക്കാതിരിക്കരുത്. ഇത് സത്യമാണിത്. ഇത് സത്യമാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണോ അല്ലയോ ഉറപ്പാക്കണം. യോഹന്നാന്റെ ലേഖനം നമ്മൾ അവസാന ഭാഗത്തേക്ക് വരിക. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ആ സന്തോഷകരമാകുന്ന ഒരു അഫർമേഷൻ, ഒരു ഉറപ്പാകുന്ന കാര്യം എന്താ യോഹന്നാൻ പറയുന്നത്? ദൈവപുത്രൻ വന്നു എന്നും. ദൈവപുത്രൻ വന്നു. എന്തിനാ വന്നേ? ഇന്നത്തെ തിയോളജി അനുസരിച്ച് നിങ്ങൾക്ക് ജോലി വേണോ? യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൗഖ്യം വേണോ? യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പിള്ളേരുടെ കാര്യം ശരിയാകണോ? യേശു ഇവിടെ വന്നിട്ടുണ്ട്. അത് സാത്താൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ ദൈവവചനം 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം എന്ത്? ഒന്ന് വായിച്ചേ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. ദൈവപുത്രൻ വന്ന് എന്ത് തന്നു? ദൈവപുത്രൻ വന്നിട്ട് സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം
അത് ദൈവപുത്രൻ വന്നപ്പോഴാണ് കിട്ടിയത്. ബാക്കി ഒരു കാര്യവും വിഷയമല്ല. അയ്യോ സുവിശേഷത്തിൽ വെള്ളം ചേർക്കല്ലേ, അത് സുവിശേഷമല്ല. ദൈവപുത്രൻ വന്നു, സത്യ ദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. അതിന് ദൈവം മുഖാന്തരങ്ങൾ ഉപയോഗിച്ചേക്കാം, അതിന് ദൈവം രോഗം ഉപയോഗിച്ചേക്കാം, അതിന് ദൈവം പല കാര്യങ്ങൾ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ ഉപയോഗിച്ചേക്കാം. പക്ഷേ അതല്ല വിഷയം. തിരിച്ച് ചിന്തിച്ചേച്ച് പറയണം, അയ്യോ അന്ന് ആ കഷ്ടം വന്നതുകൊണ്ട്, അന്ന് ആ മരണം ഉണ്ടായതുകൊണ്ട്, അന്ന് ആ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ദൈവപുത്രൻ വന്നിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് സത്യ ദൈവത്തെ അറിയാൻ എനിക്ക് വിവേകം കിട്ടിയല്ലോ. അതാ വലിയ കാര്യം. അല്ലാതെ പുറകോട്ട് നോക്കിയിട്ട് അന്ന് എനിക്ക് സൗഖ്യം കിട്ടിയെന്നല്ല പറയേണ്ടത്. ആ രോഗത്തിലൂടെ എനിക്ക് സത്യദൈവത്തെ അറിയുവാൻ ദൈവപുത്രൻ വിവേകം തന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ പറയേണ്ടത്. അല്ലാതെ അതേ പിടിച്ചോണ്ടിരിക്കല്. കാരണം എത്ര സൗഖ്യം കിട്ടിയാലും ഇവിടെ മരിച്ചു വീണേ പറ്റൂ. കർത്താവിൻ്റെ വരവ് സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ മരിച്ചു വീണേ പറ്റൂ. പക്ഷേ ഒരു രോഗം തന്നിട്ട് നിന്നോട് ദയ തോന്നിയ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. ദൈവപുത്രൻ വന്നു, സത്യ ദൈവത്തെ അറിയാനുള്ള വിവേകം തന്നു. അതുകൊണ്ട് യോഹന്നാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുഞ്ഞുങ്ങളെ, അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവപുത്രൻ വന്നു, സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. എന്നിട്ട് അടുത്ത വാക്യം അതിനു മുൻപ് ഇങ്ങനെയാ, അവിടുന്ന് സത്യ ദൈവവും. അപ്പൊ സത്യ ദൈവവും നിത്യജീവനുമായവനെ അറിയുന്നതിന് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അറിഞ്ഞു എന്നല്ല, അറിയുകയാണ്. സത്യദൈവവും നിത്യജീവനുമായവനെ അറിയുകയാണ്. നോവിങ് ഹിം. ഓരോ ദിവസവും ദൈവത്തെ അറിയുകയാണ്. എന്നെങ്ങോ ഉള്ള ഒരു അനുഭവമല്ല, ഓരോ ദിവസവും ദൈവത്തെ അറിയുകയാണ്. ആ ദൈവത്തെ അറിയാനുള്ള വിവേകം ദൈവം തന്നു. പുത്രൻ വന്ന് തന്നു. പുത്രനാണ് അവിടുന്ന് സത്യ വെളിച്ചമാ. സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചം നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് സത്യ ദൈവത്തെ അറിയുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നത്. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയിരുന്നു. എന്നാൽ ഇരുളിൽ നിന്നും വെളിച്ചം പ്രകാശിക്കട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ദൈവം, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുവാൻ നമ്മോട് പ്രസാദം തോന്നി. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ? വിഗ്രഹങ്ങളെ വിട്ടകന്നുകൊള്ളണം. എന്താ വിഗ്രഹങ്ങൾ? ദൈവത്തിന് പകരമായിട്ട് വരുന്ന സകലവും വിഗ്രഹമാണ്. മനസ്സിലാക്കണേ. ദൈവത്തെക്കാൾ വലുതാണോ ജോലി? അത് വിഗ്രഹമാണ്. കാരണം എന്താ? ദൈവപുത്രൻ വന്നു, സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു. അവിടുന്ന് സത്യദൈവമാണ്, ട്രൂ ഗാഡ്. ഏക സത്യദൈവമാകുന്ന അങ്ങയെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് എന്ത്? നിത്യജീവൻ. അറിയുന്നതാ നിത്യജീവൻ. കൂട്ടായ്മയാ നിത്യജീവൻ. കൂട്ടായ്മ ബന്ധമാ ജീവൻ. അതിന് തടസ്സമായിട്ട് ജോലി വരുന്നെങ്കിൽ വിഗ്രഹങ്ങളെ വിട്ട് അകന്നുകൊള്ളുവീൻ. അതിന് തടസ്സമായിട്ട് കുടുംബം വരുന്നെങ്കിൽ അത് വിട്ട് എന്തായി പറയുന്നേ? യേശു പറഞ്ഞു, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ആരെയും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല, യോഗ്യനല്ല. അങ്ങനെയെങ്കിൽ സത്യദൈവത്തെ അറിയാനായിട്ട് വിവേകം തന്നെങ്കിൽ വിഗ്രഹങ്ങളെ വിട്ടകന്നുകൊള്ളണം. ദൈവത്തെ അറിയുവാനായിട്ട് സത്യ വെളിച്ചമാകുന്ന, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചെങ്കിൽ സത്യദൈവവും നിത്യജീവനുമായവനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളെ വിട്ടകന്നുകൊള്ളുവീൻ.
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, ഒരാൾക്ക് കേട്ടതാകുന്ന തിരുവചനം നമുക്ക് അനുഗ്രഹമായി വരേണ്ടതിന് വിനയത്തോടെ നമ്മെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ